കൊച്ചിയിൽ കോൺഗ്രസ് പ്രതിഷേധം കത്തിക്കയറുകയാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലെത്തിച്ച 7 പ്രവർത്തകർക്കും ജാമ്യം പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം കൂടുതൽ കനക്കുന്ന സാഹചര്യത്തിലേക്ക്, കൂടുതൽ കത്തിക്കയറുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. പാലാരിവട്ടത്ത് 1 മണിക്കൂറോളം നേരമായി വാഹന ഗതാഗതം പൂർണ്ണമായും നിശ്ചലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റോഡിൽ കിടന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു. MLA-മാരും MP-യും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകർക്ക് ജാമ്യം നൽകി വിട്ടയക്കുക. ഒപ്പം തന്നെ ഈ പോലീസുകാർക്ക്, ജനപ്രതിനിധികൾക്ക് എതിരെ ഉൾപ്പെടെ ഇത്തരത്തിൽ കയർത്ത് സംസാരിച്ച SHO ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധമൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉയരുന്നുണ്ട്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നു. റിയ ബേബി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. റിയ, പോലീസ് സ്റ്റേഷനുള്ളിലായിരുന്നു നേരത്തെ കുത്തിയിരുന്നു പ്രതിഷേധമെങ്കിൽ അത് റോഡിലേക്കും എത്തിയിരിക്കുകയാണ്. അവിടെ വാഹനമൊക്കെ പൂർണ്ണമായും നിശ്ചലമായ ഒരു സാഹചര്യമുണ്ട്, ഗതാഗതം എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ആദ്യം? ഇപ്പോൾ ഐബിയുടെ നടത്തുമ്പോൾ ഐബിയുടെ നെല്ലിയും MLA-മാരടക്കം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുകൊണ്ട് പ്രതിഷേധം തുടരുകയാണ്. മറുവശത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പലരുവട്ടം റോഡിൽ കുത്തിയിരുന്നും റോഡിന്റെ ഒരു ഭാഗത്തു നിന്നും പ്രതിഷേധം തുടരുന്നു. ഈ ഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നതാണ് നേരത്തെ ഹൈബിയുടെ MP വ്യക്തമാക്കിയത്. MLA-മാരും കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴും ആവർത്തിക്കുന്നത് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ഇങ്ങനെ കേസെടുത്ത 7 പേരെയും ജാമ്യത്തിൽ വിട്ടയക്കുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവർക്കെതിരെ ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്തിയതെന്നും പിന്നീട് ചില സമ്മർദ്ദങ്ങൾക്ക്, അതായത് CPM നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അത് ജാമ്യമില്ലാ വകുപ്പായി പോലീസിനെ കയ്യേറ്റം ചെയ്തെന്നും ജോലി തടസ്സപ്പെടുത്തുന്നുമുള്ള തരത്തിലേക്ക് ജാമ്യമുള്ള വകുപ്പുകൾ ചുമത്തി മാറ്റം വരുത്തിയെന്നും ഈ പ്രവർത്തകരും MLA-മാരും ജനപ്രതിനിധികളും ആവർത്തിക്കുന്നു. അത്തരത്തിൽ പോലെ പോലീസ് പെരുമാറുന്നെങ്കിൽ അതേ രീതിയിൽ തന്നെ കോൺഗ്രസ് പ്രതിഷേധിക്കുമെന്നാണ്. നമുക്ക് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? കൃത്യമായിട്ട് ആ വകുപ്പുകൾ ഏതെല്ലാമാണ്? ഇതിന്റെ വകുപ്പുകൾ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. പക്ഷേ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതനുസരിച്ച് ഇവരെ റിമാൻഡിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് MLA-മാരും ജനപ്രതിനിധികളും ഇവിടെ എത്തുകയും പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ കൗൺസിലർ ഇവിടെ എത്തുകയും അദ്ദേഹം ഇവരെ ജാമ്യത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് പോലീസ് പറഞ്ഞത് ചില മാറ്റങ്ങളുണ്ടെന്നും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്ന് കൗൺസിലറെ അറിയിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് കൗൺസിലർ അറിയിച്ചത് പ്രകാരം MLA-മാരടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഈ ഘട്ടത്തിൽ വരെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചകളും ഔദ്യോഗികമായി നടന്നിട്ടില്ല. എന്തായാലും ഈ സമരം ഇതിലൊരു തീരുമാനമാകും വരെ, അതായത് പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയക്കും വരെ തുടരുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ. അവർ പറയുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാരുടെയും വാഹനത്തിന് നേരെ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. യാതൊരു വിധത്തിലുമുള്ള അക്രമ സ്വഭാവം ആ പ്രതിഷേധത്തിനില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അത് ജാമ്യമുള്ള വകുപ്പുകളാണ് ചുമത്തേണ്ടതെന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിന് വിപരീതമായ ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോലീസ് പ്രവർത്തിക്കുമ്പോൾ അതിനെ സമരത്തോടെ പ്രതിഷേധപരമായി തന്നെ നേരിടാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണമോ വിശദീകരണമോ നമുക്ക് ലഭിച്ചിട്ടില്ല. നിലവിൽ ഈ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രവർത്തകർ ഇപ്പോഴും സ്റ്റേഷനിൽ തുടരുകയും ചെയ്യുകയാണ്. സ്റ്റേഷന് മുന്നിൽ വാതിലിൽ ജനപ്രതിനിധികൾ തുടരുന്നുണ്ട്. നഗരസഭാ പ്രതിനിധികളടക്കം കൗൺസിലർമാരടക്കം സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തുന്നുണ്ട്. റോഡിൽ യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ സമാന്തരമായി തന്നെ പ്രതിഷേധം നടത്തുന്നു. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കോലം റോഡിൽ കത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധമുണ്ടായി. പിന്നീട് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധമുണ്ടായി. ഇതിൽ കോൺഗ്രസ് പ്രവർത്തകരടക്കം പറയുന്നത് ഈ സമരം എന്ന് പറയുന്നത് ഈ അറസ്റ്റിലായ പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് വരെ തുടരുമെന്നതാണ്. ഇവർ ഈ ഘട്ടത്തിലും സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഏത് തരത്തിൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഈ നോക്കിക്കാണേണ്ടത്. ഏതാണ്ട് 3 മണിക്കൂറിലധികം ഈ പ്രതിഷേധം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് മറിച്ചൊരു തീരുമാനമോ മറുപടിയോ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. നേരത്തെ ഹൈബിയുടെ MP-യുമായി ബന്ധപ്പെട്ട് ചില തർക്കമുണ്ടായിരുന്നു. MP-മാരോട് പോലും പോലീസ് മാന്യമായല്ല പെരുമാറിയതെന്നാണ്
എന്നുള്ളതാണ് അറിയാതെ ചൂണ്ടിക്കാട്ടി പൊതുഗതാഗതം പ്രവർത്തകർ പൂർണ്ണമായി സ്തംഭിക്കുന്ന സ്റ്റേഷനിലേക്ക് രീതിയിൽ കയറുന്ന ഒരു ആളുകൾ സാഹചര്യം വഴിയിൽ ഉണ്ടായി. കുടുങ്ങിക്കിടക്കുന്ന രീതിയിൽ വാഹനങ്ങൾ അവിടെ തടസ്സപ്പെടുന്നു. കൂടുതൽ പ്രവർത്തകർ വന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് ഇവരുടെ ജാമ്യം നിഷേധിക്കുന്നു എന്നുള്ള കാര്യം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നമ്മൾ കാസർഗോഡ് മുതൽ കണ്ണൂർ മുതൽ നമ്മൾ പ്രതിഷേധം കണ്ടതാണ്. ആ പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പ്രതിഷേധത്തിന് തുടർച്ചയൊക്കെ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ തരത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തുന്നത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നീട് കൊച്ചിയിൽ ഈ വൈകുന്നേരം തുടങ്ങിയതാണല്ലോ ഈ ഒരു പ്രശ്നം. പ്രതിഷേധവുമായി ജനപ്രതിനിധികൾ വളരെ സമാധാനത്തോടെ ആദ്യം പ്രതിഷേധവുമായി എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ഒരു അന്തരീക്ഷത്തിൽ വരെ എത്തുമ്പോഴും എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടാകുന്നില്ല, പോലീസ് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നതിനെ പറ്റി ഉള്ള വിവരങ്ങൾ അറിയാം. ഇപ്പോൾ ഭാഗികമായി റോഡ് ഉപരോധം പിൻവലിച്ചിട്ടുണ്ട്. അതായത് ചില വാഹനങ്ങൾക്ക് ഭാഗികമായി കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെ റോഡിൽ പോലീസ് അടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധം, അതായത് സ്റ്റേഷൻ ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. യാതൊരു വിധത്തിലും ആ ഉപരോധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് ജനപ്രതിനിധികൾ ആവർത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ഭാഗികമായി റോഡ് ഉപരോധിക്കുന്ന പ്രതിഷേധത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. വാഹനങ്ങളെ കടത്തുവിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് റിയ സൂചിപ്പിക്കുന്നത്. 7 പ്രവർത്തകരെയാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഉൾപ്പെടെ ചുമത്തിക്കൊടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ റിമാൻഡ് ചെയ്യാൻ കോടതിയിൽ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് പോലീസ് നടപടി എത്തിയപ്പോഴാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം DCCയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുൻപാകെ ഉണ്ടായത്. റോഡിലേക്കും ആ പ്രതിഷേധം പടർന്ന് വ്യാപിക്കുകയും കത്തിക്കയറുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. കൊച്ചിയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. കൊച്ചിയിൽ ഈ സമയത്ത് ഉൾപ്പെടെ എത്രമാത്രം തിരക്ക് അനുഭവപ്പെടുന്ന റോഡാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. എന്തുകൊണ്ട് പിന്നീട് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുന്നു. റിയ, ഈ സാധാരണ ഈ കരിങ്കൊടി കാണിക്കുമ്പോൾ അവിടെ അക്രമ സംഭവങ്ങൾ അങ്ങനെയൊക്കെ അരങ്ങേറാറുണ്ട്. പക്ഷേ ഇന്ന് കൊച്ചിയിൽ നടന്നിട്ടുള്ള ആ പ്രതിഷേധത്തിന് മറ്റൊരു സ്വഭാവവും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ കരിങ്കൊടി പ്രതിഷേധം മാത്രമായിരുന്നില്ല. ഈ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ ആളുകൾക്ക് മറ്റെന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ? എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെയൊരു നടപടി, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി, അതിനെപ്പറ്റി അതിനൊരു സാധ്യതയെങ്കിലും മുന്നിൽ കാണാനായിട്ട് നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ അത്തരത്തിലുണ്ടോ? ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റോഡിൽ കിടന്നുകൊണ്ടുവരെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കൊച്ചിയിൽ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പ്രവർത്തകരെ ഇനിയും വിട്ടുകൊടുക്കില്ലെന്നുള്ള കാര്യം നേരത്തെ എറണാകുളം DCCയും വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച് ബസ് കടന്നു പോകുമ്പോൾ പ്രതിഷേധിച്ചിട്ടുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. 7 പ്രവർത്തകരെ, കരിങ്കൊടി ഉയർത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ആ പ്രവർത്തകരെ ഏറെ വൈകിട്ടും അവർക്ക് ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ചിലരെ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടും വീണ്ടും തിരികെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി എന്നുൾപ്പെടെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പരാതികൾ. ഇതിൽ ഇനിയും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 8 മണിയോടുകൂടിയാണ് ഈ പ്രവർത്തകർ എറണാകുളത്തെ നേതൃത്വം ഒന്നടങ്കം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. അതിൽ ഹൈബിയുടെ MP ഉണ്ട്, ഉമാ തോമസ്, TJ വിനോദ്, അൻവർ സാദത്ത്, MLA ഉൾപ്പെടെയുള്ളവരുണ്ട്. ഇവരൊക്കെ ഇരുന്നും DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിക്കൊണ്ടിരുന്നത്. ആ പ്രതിഷേധമാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമായി വലിയ കത്തിക്കയറുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇതാ 11 മണി പിന്നിട്ടിട്ടും ഒരു സമവായവും ഒരു അനുനയ നീക്കവും ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ്.